KCBയിൽ നിയമന നിരോധനത്തിന് നീക്കം 5615 തസ്തികകൾ വെട്ടിക്കുറയ്ക്കും. മെയ് 31 കൂടുതൽ ജീവനക്കാർ വിരമിക്കുന്നതോടെ ബോർഡിന്റെ പ്രവർത്തനം. വൈദ്യുതി ബോർഡിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നതാണ് പുതിയ ഉത്തരവ്. ജനങ്ങളുമായി നേരിട്ടിടപെടുന്ന KCB ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുന്നത് പ്രസരണം മുതൽ വിതരണം വരെയുള്ള ശൃംഖലയെ താറുമാറാക്കും. ഇപ്പോൾ തന്നെ KCBയിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലെന്നാണ് സർവീസ് സംഘടനകളുടെ അടക്കം പരാതി. ഇതിന് പിന്നാലെയാണ് 5615 തസ്തികകൾ വെട്ടിക്കുറയ്ക്കാനുള്ള ബോർഡിന്റെ തീരുമാനം. ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ മുതൽ ലൈൻമാൻ വരെയുള്ള തസ്തികകളുടെ എണ്ണമാണ് വെട്ടിക്കുറയ്ക്കുന്നത്. പുതിയ തീരുമാനപ്രകാരം 1893 ഇലക്ട്രിസിറ്റി വർക്കർ തസ്തിക ഇല്ലാതാകും. ഇലക്ട്രിക് സിവിൽ വിഭാഗങ്ങളിലായി 1986 ഓവർസിയർ, 1084 സീനിയർ അസിസ്റ്റന്റ്, 575 കാഷ്യർ, 468 ലൈൻമാൻ, 74 സബ് എഞ്ചിനീയർ, 187 അസിസ്റ്റന്റ് എഞ്ചിനീയർ, 3 ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ തുടങ്ങിയ തസ്തികകളാണ് വെട്ടിക്കുറയ്ക്കുന്നത്. ജീവനക്കാരുടെ എണ്ണം കുറച്ച് ലാഭമുണ്ടാക്കാനാണ് KCBയുടെ നീക്കം. എന്നാൽ തൊഴിലാളി സർവീസ് സംഘടനകൾ നീക്കത്തെ ശക്തമായി എതിർക്കുന്നു. ഉപഭോക്താക്കൾക്ക് സേവനം നൽകാൻ ബാധ്യസ്ഥമായ KCB ജീവനക്കാരുടെ എണ്ണം കുറച്ചുകൊണ്ട് ലാഭമുണ്ടാക്കാമെന്ന് പറയുന്നത് അവരുടെ വ്യാമോഹം മാത്രമാണ്. കുറഞ്ഞ വിലയ്ക്കുള്ള വൈദ്യുതി വേണ്ടാന്ന് വെച്ച് കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങി കോടികൾ നഷ്ടം, ദിവസം തോറും 10 കോടി നഷ്ടം. ജീവനക്കാരുടെ എണ്ണം കുറച്ചുകൊണ്ടുള്ള ആ നീക്കത്തെ ഞങ്ങൾ അനുവദിക്കില്ല. റെഗുലേറ്ററി കമ്മീഷൻ 30,321 തസ്തികകളാണ് അനുവദിച്ചതെങ്കിൽ ഇപ്പോൾ പുതിയ ഉത്തരവ് പ്രകാരം ഏതാണ്ട് 25,000-ന് താഴെ നിയന്ത്രിക്കുന്ന ഒരു നടപടിയെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. പ്രതിസന്ധി ഉണ്ടാകുന്ന സെക്ഷൻ ഓഫീസുകളിൽ ലൈൻമാൻ തസ്തികയിൽ ഉൾപ്പെടെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കാൻ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്താനാണ് ബോർഡ് തീരുമാനം. മുൻപ് ഒഴിവ് വരുന്ന തസ്തികകൾ PSCക്ക് കൈമാറാത്തതിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. സുനിഷ അയ്യല്ലൂർ നമുക്കൊപ്പം ചേരുന്നു. വീണ്ടും സുനിഷ, വെൽക്കം ബാക്ക്. നിറച്ച് വാർത്ത കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ അടുത്ത വാർത്തയുമായി എത്തിയല്ലേ. KCBയിൽ ഈ നിയമന നിരോധനത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ അവർ നൽകുന്ന മറുപടി എന്താണ്? സുജയ, നേരത്തെ തന്നെ ഈ നിയമന നിരോധനവുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ ബ്രേക്ക് ചെയ്തതായിരുന്നു. അതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ തസ്തികകൾ വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കം കൂടി ഉണ്ടാകുന്നത് എന്നതാണ്. നിലവിൽ ഇപ്പോൾ 5600-ലധികം തസ്തികകൾ വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കമാണ് KCBയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ പറഞ്ഞതുപോലെ KCBയിൽ കൃത്യമായി ജീവനക്കാരില്ല എന്ന പരാതി സർവീസ് സംഘടനകൾ അടക്കം ഇടയ്ക്കിടെ ഉയർത്തുന്ന ഒരു വിഷയമാണ്. ഈ പറഞ്ഞതുപോലെ ഈ മഴക്കാലമായി ഇനി ലൈൻ പൊട്ടുന്ന വിഷയങ്ങൾ, അങ്ങനെ പല രീതിയിലും KCB ജീവനക്കാരുടെ എണ്ണത്തിന്റെ ആവശ്യം അത്രത്തോളമാണ്. അതിനിടയിലാണ് ഇനി വരുന്ന ഈ തസ്തികകളുടെ എണ്ണം കുറക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നതെന്നാണ്. ചെറിയ എണ്ണമല്ല, പല രീതിയിലും, അതായത് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ മുതൽ ലൈൻമാൻ വരെയുള്ള ഈ എണ്ണത്തിലാണ് വലിയ രീതിയിൽ വെട്ടിക്കുറക്കൽ ഉണ്ടാകുന്നു എന്നതാണ്. 1893 ഇലക്ട്രിസിറ്റി വർക്കർ തസ്തികയാണ് ഇനി ഇല്ലാതാകുന്നത്. ഒപ്പം തന്നെ ഇലക്ട്രിക് സിവിൽ വിഭാഗങ്ങളിലായി 1986 ഓവർസിയർമാരുടെ തസ്തിക വെട്ടിക്കുറക്കുന്നു. 1054 സീനിയർ അസിസ്റ്റന്റ് തസ്തിക വെട്ടിക്കുറക്കുന്നു. അങ്ങനെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 575 കാഷ്യർമാർ, 468 ലൈൻമാർ, 74ഓളം സബ് എഞ്ചിനീയർമാർ, 157ഓളം അസിസ്റ്റന്റ് സബ് എഞ്ചിനീയർമാർ തുടങ്ങി ഇത്തരത്തിൽ പല തസ്തികകളും വെട്ടിക്കുറക്കാനുള്ള ഒരു നീക്കമാണ് ഈ KCBയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഏതായാലും നിലവിൽ ഇതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നതടക്കം സർവീസ് സംഘടനകൾ പറയുന്നുണ്ട്. ഈ കരാർവൽക്കരണം നടത്താൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു നീക്കം KCB നടത്തുന്നത് എന്നതാണ് സർവീസ് സംഘടനകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ ജീവനക്കാരില്ലാത്ത വലിയൊരു പ്രശ്നം KCB നേരിടുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ലൈൻമാരെ അടക്കം കരാർ വേതന അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതും വലിയ രീതിയിൽ ചർച്ചയായതാണ്. ഈ ഒഴിവുകളൊന്നും PSCക്ക് കൈമാറാത്തതും രൂക്ഷ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അതിനിടയിലാണ് ഇനി വരുന്ന തസ്തികകളുടെ എണ്ണം കൂടി കുറയ്ക്കാനുള്ള KCBയുടെ നീക്കം. ഒപ്പം തന്നെ ഈ മെയ് 31 കൂടുതൽ പേർ KCBയിൽ നിന്നും ഈ വിരമിക്കാനിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ഒഴിവുകൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടും. അതിനിടയിൽ ഈ പറയുന്ന ഇപ്പോഴുള്ള ജീവനക്കാരെ ഇത് ബാധിക്കില്ലെങ്കിൽ പോലും ഇനി പുതിയ തസ്തികകളിലേക്ക് ജീവനക്കാരെ എടുക്കുമ്പോൾ ഈ തസ്തിക കുറയ്ക്കുന്നത് അത് വലിയ രീതിയിൽ താറുമാറാക്കും. ഈ KCBയുടെ പ്രവർത്തനത്തെ തന്നെ ഈ പറയുന്നത് പോലെ ഇനി വരുന്ന പ്രവർത്തനങ്ങളെ കൂടി അത് ബാധിക്കുമെന്നത് തന്നെയാണ് പ്രധാന പ്രശ്നം. സുജയ, ഓക്കെ, താങ്ക് യു. സുനിഷ അയ്യല്ലൂരാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് പങ്കുവച്ചത്. ഇതിന്